UGC നെറ്റിൻ്റെ പേപ്പർ 2 സൈക്കോളജിയുടെ PYQ സെഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അഷ്ടാംഗ യോഗയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള യോഗയുമായി ബന്ധപ്പെട്ട ഈ സ്കൂൾസ് ഓഫ് യോഗയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഓൾറെഡി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. നമുക്ക് നോക്കാം. There are several schools of yoga. Which of the following represents some of these schools? ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സ്കൂൾസ് ഓഫ് യോഗയാണോ? ഇതിൽ ശരിയായിട്ടുള്ള സ്കൂൾസ് ഓഫ് യോഗ ഏതൊക്കെയാണ്? ദ്വന്ദ്വയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, അങ്ങനെ കുറേ യോഗകൾ പറയുന്നുണ്ട്. ഈ യോഗയിൽ ശരിക്കുള്ള യോഗ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, മേജർ ട്രഡീഷണൽ സ്കൂൾസ് ഓഫ് യോഗാസ് ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇതിൽ ആദ്യം നമുക്ക് ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഓപ്ഷനിലേക്ക് നോക്കാം. ദ്വന്ദ്വയോഗ എന്ന് പറഞ്ഞാൽ, ദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് എന്നാണ് അർത്ഥം. കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു യോഗ അങ്ങനെ ഇല്ല, അത് തെറ്റാണ് ശരിക്കും. ഇപ്പോൾ ദ്വന്ദ്വയോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും തെറ്റായൊരു കൺസെപ്റ്റാണ്. പാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ് അങ്ങനെ സംഭവമില്ല, അത് ഇൻകറക്റ്റാണ്. സംസ്കൃതത്തിൽ ദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നർത്ഥം വരുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് എന്ന അർത്ഥം വരുന്നുണ്ട്, അതുപോലെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നുണ്ട് അർത്ഥമുണ്ട്. അപ്പോൾ അതായത് ചൂട്, തണുപ്പ്, സങ്കടം, സന്തോഷം, ഇതൊക്കെ ദ്വന്ദ്വകളാണ്. അതായത് കോൺഫ്ലിക്റ്റ്, ഡുവാലിറ്റി എന്നാണ് ഇതിന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സ്കൂൾസ് ഓഫ് യോഗാസിനെ കുറിച്ചാണ് പറയുന്നത്. നാല് യോഗാസിനെ കുറിച്ച് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ യോഗ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ദ്വന്ദ്വയോഗ. ദ്വന്ദ്വയോഗ എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നൊരു യോഗ ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ ദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നമ്മൾ പറഞ്ഞു ദ്വന്ദ്വ എന്നൊക്കെ പറഞ്ഞാൽ ഡുവാലിറ്റി, രണ്ട് ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് അങ്ങനെ അർത്ഥം വരുന്നതാണ്. പാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ് അങ്ങനെ ഒരു ട്രഡീഷണൽ യോഗ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ് ശരിക്കും. പാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ പേരിൽ ഒരു യോഗമൊന്നുമില്ല, തെറ്റാണ്. രണ്ടാമത് ഭക്തിയോഗ. ഭക്തിയോഗ പാത്ത് ഓഫ് ഡിവോഷൻ, അത് ശരിയാണ്, അങ്ങനെ ഒരു യോഗ ഉണ്ട്. പാത്ത് ഓഫ് ലോ, പാത്ത് ഓഫ് ഡിവോഷൻ, ഇമോഷണൽ സറണ്ടർ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഭക്തി യോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യോഗ ഉണ്ട്, അപ്പോൾ അത് ശരിയാണ്. ഓപ്ഷൻ ബി ശരിയാണ്. മൂന്നാമത് കർമ്മയോഗ. കർമ്മയോഗ എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് സെൽഫ്ലെസ് സർവീസ്, അങ്ങനെ ഒരു യോഗയുണ്ട്. അപ്പോൾ ഇവിടെ ദ്വന്ദ്വയോഗ അങ്ങനെ യോഗ ഇല്ല, അത് തെറ്റാണ്. ഭക്തി യോഗ അങ്ങനെ യോഗ ഉണ്ട്. ഓരോന്ന് വിശദീകരിക്കാം കേട്ടോ, അത് നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാവുന്നേ ഉള്ളൂ. കർമ്മയോഗ എന്ന് പറഞ്ഞൊരു സെൽഫ്ലെസ് സർവീസ്, അങ്ങനെ യോഗ ഉണ്ട്, വിശദീകരിക്കാം. അടുത്ത ജ്ഞാനയോഗ എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പാത്ത് അല്ലെങ്കിൽ പാത്ത് ഓഫ് നോളജ് എന്നൊക്കെ പറയും, അതും അങ്ങനെയും ശരിയായൊരു യോഗ ഉണ്ട്. അപ്പോൾ ഈ 4 ഉത്തരങ്ങളിൽ 4 ഓപ്ഷനിൽ എ ഒഴിച്ച് ബാക്കിയുള്ള BCD ശരിയാണ്. അപ്പോൾ നമ്മളെ ഉത്തരം വരുന്നത് BCD ഓപ്ഷൻ 2 ആണ്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് there are several schools of yogas. ഒരുപാട് several schools of yogas എന്നുണ്ട് ഇന്ത്യൻ ട്രഡീഷനിലുണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ യോഗ സ്കൂൾസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറഞ്ഞു ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ. അത് 2, 3 ശരിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരു വിശദീകരണം നോക്കാം. പ്രധാനമായും 4 തരത്തിലുള്ള യോഗാസാണ് ഉള്ളത്. 4 എണ്ണമല്ല, പലതരത്തിലുള്ള യോഗാസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് 4 തരത്തിലുള്ള യോഗാസാണ്. നമുക്ക് നോക്കാം. 4 മേജർ സ്കൂൾസ്. ഇവിടെ
പേഴ്സ്പെക്റ്റീവ് എന്നാണ് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഴ്ചപ്പാട് പേഴ്സ്പെക്റ്റീവ് എന്നാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളല്ല, ബിൽഡിംഗ് അല്ല, പേഴ്സ്പെക്റ്റീവ് അങ്ങനെ മനസ്സിലാക്കാം. പ്രധാനമായും നാല് സ്കൂൾസ് ഓഫ് തോട്ട്സ് ആണുള്ളത്. 4 യോഗാസ് ആണുള്ളത്. ഒന്നാണത് കർമ്മയോഗ. രണ്ടാമതാണ് ഭക്തിയോഗ. മൂന്നാമതാണ് ജ്ഞാനയോഗ. ഗ്യാൻ എന്നാണ് ഇത് ഗ്യാൻ എന്നാണ് വായിക്കുക കേട്ടോ. ജ്ഞാനയോഗ എന്നും പറയും, ജ്ഞാന എന്നും എഴുതാറുണ്ട്. അതാണ് മൂന്നാമത്തെ യോഗ. നാലാമതായിട്ട് എണ്ണപ്പെടുന്ന യോഗയാണത് രാജയോഗ. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച അഷ്ടാംഗ യോഗ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ എന്ന് പറയുന്നത്, രാജയോഗമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 4 തരത്തിലെ യോഗയെ കുറിച്ച് പറയുന്നത്. 4 വേറെ കുറേ കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. 4 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്നാണ് കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, രാജയോഗ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ. ഈ അഷ്ടാംഗ യോഗ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്നലെ. ഇനി ഓരോന്നോരോ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് കർമ്മയോഗ എടുക്കാം. കർമ്മയോഗ കർമ്മയോഗ എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. പാത്ത് ഓഫ് ആക്ഷൻ എന്നാണ് ഇതിന് പറയും. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യുക, പ്രവർത്തിക്കുക ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഫിസിക്കൽ ആക്ഷൻ തന്നെയാണല്ലോ ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രവർത്തനങ്ങൾ എന്താണ് ദ പാത്ത് ഓഫ് ആക്ഷൻ. പാത്ത് ഓഫ് ആക്ഷനെയാണെന്ന് പറയാം കർമ്മയോഗ എന്ന് പറയുന്നത്. അതായത് ഇതിൽ വിശദീകരിക്കുന്നത് എങ്ങനെ ആളുകൾക്ക്, എങ്ങനെ നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കും, എങ്ങനെ നമ്മൾ പ്രവർത്തിക്കും, മറ്റൊന്നിനോടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഈഗോ ഡെവലപ്പ് ചെയ്യാതെ, ഞാൻ എന്ന ഭാവമില്ലാതെ, അഹം ഭാവമില്ലാതെ, ആളുകളുമായി സ്നേഹമോ ആളുകളുമായി വെറുപ്പോ, അതായത് സൊസൈറ്റിയിൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഈഗോ ഇല്ലാതെ എങ്ങനെ ഒരു വ്യക്തി ഒരു സൊസൈറ്റിയിൽ ജീവിക്കും എന്ന് വിശദീകരിക്കുന്ന സ്കൂളാണെന്ത് കർമ്മയോഗ എന്ന് പറഞ്ഞ സ്കൂള്. ഓക്കെ, ഇവിടെ സെൽഫ്ലെസ് സർവീസാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നമ്മൾ ജോലികളായിട്ട് ഓരോ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. പാരൻസിനെ സഹായിക്കുന്നു, കുട്ടികളെ വളർത്തുന്നു, ജോലി ചെയ്യുന്നു, ഡ്യൂട്ടീസ് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് എന്ത് ചെയ്യുന്നില്ല, റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ജോലി ചെയ്യുന്നത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ആളുകളെ സഹായിക്കുന്നത് മറ്റുള്ള ആൾക്കാർ നമ്മളെ അഭിനന്ദിക്കും, നമ്മൾ ഫേമസ് ആവും, നമ്മൾ ആളുകളുടെ ഇടയിൽ നമ്മൾ ഒരു വലിയ ആളാവും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അത് കർമ്മമാണ്, അത് സെൽഫ്ലെസ് സർവീസാണ്. ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. കർമ്മം ചെയ്യുക, അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അതായത് ഈ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ആർക്കാണോ സഹായം ചെയ്തു കൊടുക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണിത് കർമ്മയോഗ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈഗോ ഡെവലപ്പ് ചെയ്യാതെ, ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാം, എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യാം, ആക്ട് ചെയ്യാം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇവിടെ എഴുതിയിടാം കേട്ടോ. ദിസ് സ്കൂൾ
teaches you how to live and act in the world without building up ego or attachment. അതായത് ഈഗോ ഡെവലപ്പ് ചെയ്യാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കും, ഇതാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പ്രിൻസിപ്പിളാണ് സെൽഫ്ലെസ് സർവീസ് എന്ന് പറയുന്നത്. സെൽഫ്ലെസ് സർവീസ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെയിലി വർക്ക് ഡ്യൂട്ടീസ് മറ്റുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നല്ല, അത് യൂണിവേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, സെൽഫ്ലെസ് സർവീസിൻ്റെ കൺസെപ്റ്റ്. അതിൻ്റെ വിശദീകരണം നമ്മുടെ ടൈപ്പ് എഴുതാം. യു പെർഫോം അല്ലെങ്കിൽ വി പെർഫോം our daily work duties and help other to the best of your ability. But you offer the result. But you offer അപ്പുറത്ത് എഴുതാം. Up to the universe or the God. നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നമ്മളെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം നമ്മൾ ശരിക്കും മറ്റുള്ള ആൾക്കാർക്കല്ല ചെയ്യുന്നത്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്, ശരിക്കും ഒരു വ്യക്തിക്ക് ചെയ്യുന്ന സഹായമല്ല. അത് നമ്മൾ ചെയ്യുന്ന ഓഫർ ചെയ്യുന്ന ശരിക്ക് വ്യക്തിക്കല്ല, അത് ദൈവത്തിനാണ്, പ്രപഞ്ചത്തിനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്നുള്ള എന്തെങ്കിലും റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നതും ഈ പ്രപഞ്ചത്തിൽ നിന്ന്, യൂണിവേഴ്സിൽ നിന്നായിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണത്. we do not do things just to get a reward. Praise or fame.
റിവാർഡ് പ്രതീക്ഷിച്ചിട്ടോ അതുപോലെ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മളൊരു പേര് പഠിച്ചിരുന്നു. എന്താണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞ ടേം പഠിച്ചിരുന്നു. അതാണ് ശരിക്കും അതിൻ്റെ ഒരു വ്യത്യസ്ത വശമാണെന്ത് കർമ്മയോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് സർവീസ്, കമ്മ്യൂണിറ്റി കിച്ചണിങ്, ഇപ്പോൾ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ ഉണ്ട് അല്ലേ. അത് അദ്ദേഹത്തിന് പിന്നെ മഹാത്മാഗാന്ധിയുടെ സർവീസ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒക്കെ ശരിക്കും എന്താണ് ഒരു സെൽഫ്ലെസ് സർവീസാണ്. എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നതല്ല. ആളുകളെ സഹായിക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റ് ആൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടും, ദൈവത്തിൽ നിന്ന് കിട്ടും, പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതാണെന്ത് കർമ്മയോഗ എന്ന് പറയുന്നത്. കർമ്മയോഗവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ആദ്യത്തെ നമ്മൾ പറഞ്ഞു കർമ്മയോഗ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഭക്തിയോഗയാണ്. ഭക്തിയോഗ 2 ഭക്തിയോഗ. ഭക്തി യോഗ പാത്ത് ഓഫ് ഡിവോഷൻ എന്നാണ് ഭക്തി യോഗ എന്ന് പറയാം. ഓക്കെ, പാത്ത് ഓഫ് ഡിവോഷൻ. ആ ചോദ്യത്തിൽ തന്നെ കൊടുത്താണ്. പാത്ത് ഓഫ് ഡിവോഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ട്. പാത്ത് ഓഫ് ഡിവോഷൻ ഭക്തി യോഗ. ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ട് സംസ്കൃതത്തിലെ വേർഡ് പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സംസ്കൃത വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം മീനിങ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ പോസിറ്റീവ് പറയുമ്പോൾ ഒരു പാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഭക്തി യോഗ. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഒരു ആശയം എന്ന് പറയുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം അല്ലെങ്കിൽ അടുപ്പം എന്നതൊക്കെയാണ് എന്താ പറയുക ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം. ഭക്തിയുടെ മീനിങ്. ഭക്തി എന്ന് പറഞ്ഞാൽ ടു ലവ്, സ്നേഹിക്കുക. അതുപോലെ ടു ബിലോങ് ടു, ഇങ്ങനെ അർത്ഥമുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഭക്തി യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പാത്ത് ഓഫ് ലവ്, ഫെയ്ത്ത് ആൻഡ് ഡിവോഷൻ ആണ്. ഇവിടെ ശരിക്കും സ്നേഹം, ഇമോഷൻസ് എന്ത് ചെയ്യുക, വ്യക്തികളിൽ നിന്ന് ദൈവത്തിലേക്ക് കൺവേർട്ട് ചെയ്യണതിനാണ് എന്താ പറയുക ഭക്തി യോഗ എന്ന് പറയുക. ആളുകളെ നമ്മൾ സ്നേഹിക്കും, ആളുകളോട് വെറുക്കും, ആളുകളെ പ്രതീക്ഷിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ ഇമോഷൻസ് ആണല്ലേ. സപ്പോർട്ട്, സ്നേഹം, സന്തോഷം, ഇതൊക്കെ ഓരോ ഇമോഷനാണ്. ഈ പാത്ത് ഓഫ് അതിലൂടെ സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹം, പ്രതീക്ഷ ഒക്കെ ശരിക്ക് വ്യക്തികളിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഹ്യൂമൻ ഇമോഷൻസ് ഡിവൈനിലേക്ക് എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്യണതാണ് എന്ത് പറയാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഇമോഷനാണ് സങ്കടം, സന്തോഷം, ഇഷ്ടം, അങ്ങനെ കുറേ ഇമോഷൻസ് നമുക്കുണ്ടാവും. ഇത് ഡിവോഷനുമായി, ദൈവവുമായി കണക്ട് ചെയ്തിട്ട് പറയാം. അതിനാണ് ഭക്തി യോഗ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ കൺസെപ്റ്റ് ഞാനിവിടെ എഴുതാം. ദിസ് ഈസ് the path of pure love. This is a path of pure love. അതുപോലെ തന്നെ ഫെയ്ത്ത്, അതുപോലെ ഡിവോഷൻ.
ഇത് മെയിനായിട്ട് ചാനലൈസ് ചെയ്യുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ channelizing അല്ലെങ്കിൽ ചാനലിംഗ് എന്നൊക്കെ എഴുതാൻ പറയാം. channeling human emotions to the relationship with the divine. അപ്പോൾ ഇമോഷൻസിന് എന്ത് ചെയ്യാം, സൊസൈറ്റിയിൽ നിന്ന്, ആളുകളിൽ നിന്ന് അല്ലേ ഇമോഷൻസിനെ, എസ്പെഷ്യലി സ്നേഹത്തെ, ഭക്തിയെ എന്ത് ചെയ്യാം, ഭക്തി എന്ന് പറഞ്ഞാൽ ഇമോഷൻസിനെ, അറ്റാച്ച്മെൻറ്റിനൊക്കെ എന്ത് ചെയ്യാം, ദൈവത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് ഇതിൻ്റെ പ്രാക്ടീസ്, പലതരത്തിലുള്ള പ്രാക്ടീസസുകൾ ഇതിന് വേണ്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, സിംഗിങ് ഡിവോഷണൽ സോങ്സ്, ഭജൻസ് എന്ന് പറയും, പ്രേയേഴ്സ്, റിച്വൽസ്, ചാൻഡിങ്സ്, അങ്ങനെ കുറേ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഈ പ്രാക്ടീസസിൻ്റെ ഭാഗമാണ്, ഈ ട്രാൻസ്ഫറിൻ്റെ ഭാഗമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് സിംഗിങ് ഡിവോഷണൽ സോങ്സ്, ഭജൻസ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രെയർ, അതുപോലെ റിച്വൽസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ രണ്ടാണെന്ത്, ഭക്തി യോഗ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കർമ്മയോഗമാണ്, രണ്ടാമത് നമ്മൾ ഭക്തി യോഗമാണ് പറഞ്ഞത്. ഇനി നമുക്ക് മൂന്നാമതിലേക്ക് പോവാം. ജ്ഞാനയോഗ. ജ്ഞാന എന്നും പറയാറുണ്ട്, ജ്ഞാന എന്നും എഴുതാറുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, നോളജിനാണ് ജ്ഞാനം എന്ന് പറയും. അപ്പോൾ ഇതിനെ എന്ത് പറയും, പാത്ത് ഓഫ് നോളജ് എന്ന് പറയും. മറ്റുള്ള ആളുകൾ, ഇതിന് മുകളിലുള്ള ആളുകൾക്ക് മറ്റുള്ള യോഗകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കർമ്മയോഗ, അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഭക്തി യോഗ, അതും ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് കർമ്മയോഗ ആണെങ്കിലും അത് പ്രവർത്തനങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ അറിവില്ലാത്ത ആളുകൾക്കും അറിവുള്ള ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ഭക്തി യോഗ ഇതേപോലെ തന്നെയാണ്. അതിനും സ്പെസിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്കും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ജ്ഞാനയോഗ എന്ന് പറഞ്ഞാൽ അറിവ് ശേഖരിക്കുക എന്നതാണല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്പായിട്ടുള്ള കാര്യമാണ്. കുറച്ച് സമയമെടുക്കും. അതുപോലെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, തീർക്കാൻ കഴിയില്ല. ഇവിടെ നീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മീനിങ് ഇതില്ലേ, ദ പാത്ത് ഓഫ് നോളജ്. ജ്ഞാന എന്ന് പറഞ്ഞാൽ ദ പാത്ത് ഓഫ് നോളജിനാണെന്ന് പറയാം, ജ്ഞാന എന്ന് പറയാം. ഇവിടെ ജ്ഞാന അല്ലെങ്കിൽ ഗ്യാൻ എന്നാണ് മെയിനായിട്ട് വായിക്കുക. സാധാരണഗതിയിൽ ഗ്യാൻ എന്നാണ് വായിക്കുക. ഗ്യാൻ എന്ന് പറഞ്ഞാൽ വിസ്ഡം ഓർ നോളജ്.
ജ്ഞാന എന്ന് പറഞ്ഞാൽ വിസ്ഡം ആൻഡ് നോളജ് അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നാണ്. ഇത് ഒരു തരത്തിലുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു വഴിയാണ്, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വഴിയാണ്. ഇത് എന്താണ്, ഇത് ഡിഫിക്കൽട്ടായിട്ട് മോസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ട് വേ ആണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് നമ്മളെ ബ്രെയിനിന് നന്നായി യൂസ് ചെയ്യേണ്ട ഒരു വഴിയാണ്. നമുക്ക് ഷാർപ്പായിട്ടുള്ള ഡിസിപ്ലിൻഡ് മെൻ്റൽ ഫോക്കസ് വേണ്ടി വരും. മറ്റുള്ളതൊക്കെ നമ്മൾ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാൽ മതി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 2 യോഗാസ് പറഞ്ഞല്ലോ, ഒന്ന് ഭക്തി യോഗവും അതുപോലെ കർമ്മയോഗം. അത് നമുക്ക് അതിനെന്തെങ്കിലും ഷാർപ്പ് മൈൻഡോ ഡിസിപ്ലിൻഡ് മൈൻഡോ ഒന്നും വേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ജ്ഞാനയോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള മെൻ്റൽ ഫോക്കസ് ആവശ്യമാണ്, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം ഞാനിവിടെ എഴുതുകയാണ്. ദിസ് ഈസ് ദ intellectual or philosophical path. ഇൻ്റലക്ച്വൽ ആയിട്ടൊരു വഴിയാണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള വഴിയാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. മറ്റൊന്ന് പറയുന്നത് ഇറ്റ് കൺസിഡേർഡ് ആസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് because it require ഷാർപ്പ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഷാർപ്പ് ഡിസിപ്ലിൻഡ് മെൻ്റൽ ഫോക്കസ്. ഇതാണ് ഷാർപ്പ് ആൻഡ് ഡിസിപ്ലിൻഡ് മെൻ്റൽ ഫോക്കസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജ്ഞാനയോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് വിവേക എന്ന കൺസെപ്റ്റാണ്. ഇതിൽ ചർച്ച ചെയ്യുന്ന, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് വിവേക അല്ലെങ്കിൽ വിവേകം എന്ന് പറയുന്നത്. വിവേക എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷനാണ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവല്ല ശരിക്ക്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുക, അതിനാണ് എന്താ പറയുക, വിവേകത്തോടു കൂടി മനസ്സിലാക്കുക എന്ന് കേട്ടില്ലേ. ശരി ഏത് തെറ്റ് ഏതെന്ന് വിവേകത്തോടു കൂടി മനസ്സിലാക്കണതാണ് അതാണ് വിവേക എന്ന് പറയും. റിയൽ മീനിങ് എന്ന് പറഞ്ഞാൽ വിവേകം എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. ഡിസ്ക്രിമിനേഷൻ അതായത് ഇത് എന്താണ്, പഴയ കാലത്തൊക്കെ എന്താണ് ഈ വേർതിരിവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കും. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഡിസ്ക്രിമിനേഷൻ. കാൾ മാർക്സിൻ്റെ ഒക്കെ തിയറി ഓർമ്മ വരും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർതിരിവ്, സ്ത്രീ പുരുഷ അസമത്വം, അങ്ങനെയുള്ള വേർതിരിവിനല്ല നമ്മൾ പറയുന്നത്. ഇവിടെ ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തത്തിലേക്കുള്ള ഫോക്കസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നമ്മൾ ആരാണ്. ഇവിടെ ഈ ബോഡിയിൽ സെപ്പറേറ്റ് ആയിട്ട് നശിച്ചു പോകുന്നത് എന്താണ്, നശിക്കാതെ പോകുന്നത് എന്താണ്. അപ്പോൾ ഈ വേർതിരിവ്, ഓക്കെ, ദൈവത്തിൻ്റെ അംശം എന്താണ്, സൃഷ്ടിയുടെ അംശം എന്താണ്, ഹൂ ആം ഐ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ഇതിൽ എന്താണ് പെർമനൻ്റ് ആയിട്ടുള്ള എന്താണ്,
ആത്മാവ്, പെർമനൻ്റ്, ട്രൂത്ത്. അതുപോലെ ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെറ്റീരിയൽ വേൾഡ്, ഈഗോ, ഇല്യൂഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. മായ, ഇല്യൂഷൻസ്, ഈഗോ, മെറ്റീരിയൽ വേൾഡ്, ഇതൊക്കെ എന്താ? ടെമ്പററി ആണ്. അതുപോലെ സോള്, ട്രൂത്ത്, ആത്മാവ്, അഹം, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ സ്ഥിരമായിട്ടുള്ളതാണ്. ഇതിനൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയാം? വിവേകം എന്ന് പറയാം. വിവേകം എന്ന് പറഞ്ഞാൽ ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കുന്നതിനല്ല ഈ ജ്ഞാനയോഗത്തിൽ വിവേകം എന്ന് പറയുന്നത്. നമ്മളെ ശരീരത്തിൽ നമ്മളിൽ നശിച്ചു പോകുന്നത് ഏത്, നശിച്ചു പോകാത്തത് എന്ന വേർതിരിവിനെയാണ് എന്ത്? വിവേകം എന്ന് ഈ യോഗയിൽ പറയുന്നത്, ജ്ഞാനയോഗയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ടു സെപ്പറേറ്റ് ആദ്യം നമ്മൾ ആരാണ് എന്ന് ആൻഷ്യൻ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പഴയ കാലത്തൊക്കെ ആൾക്കാർ വേദഗ്രന്ഥങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള ഗ്രന്ഥങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണം നടത്തും. പ്രാക്ടീഷണർ യൂസ് ലോജിക് ആൻഡ് ഇൻക്വയറി to study ancient ടെസ്റ്റ്. ആൻഷ്യൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. മഹാഭാരതം, രാമായണം, അതുപോലെ ഉപനിഷത്തുകൾ, അങ്ങനെ കുറേ എന്താണ് പുരാണങ്ങൾ, അങ്ങനെ ഓരോ വേദഗ്രന്ഥങ്ങൾ അതുപോലെ പഠിക്കുകയും, അതുപോലെ ആൻഷ്യൻ ടെസ്റ്റുകൾ ടെസ്റ്റ് പഠിക്കുകയും, അതുപോലെ നമ്മളിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ചോദിക്കും, ഹൂ ആം ഐ? അതിനാണ് ശരിക്കും നോളജ് എന്ന് പറഞ്ഞാൽ. ഞാനാന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കോളേജിൽ യോഗയുടെ അഭിപ്രായത്തിൽ നമ്മൾ സ്കൂളുകളും കോളേജിലും നമ്മൾ PG എടുത്ത് പഠിക്കണേനൊന്നുമല്ല. നമ്മളാരാണ് എന്ന പഠനത്തിനെയാണ് എന്ത് പറയുക ഇവിടെ നോളജ് എന്ന് പറയുന്നത്. ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. പെർമനൻറ്റിനെയും ടെമ്പററിയെയും സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് വിവേകം എന്നിവിടെ പറയുന്നത്. സെപ്പറേറ്റ് വാട്ട് ഈസ് പെർമനൻറ്റ് അവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത്, പെർമനൻ്റ് ഉദ്ദേശിക്കുന്നത് സോളാണ് കേട്ടോ. സോൾ അതുപോലെ ട്രൂത്ത്. അത് ഈസ്റ്റേൺ സൈക്കോളജി ഡീപ്പാണ്. ഇത് ഡീപ്പാണ്. ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഹൂ ആം ഐ? ഇത് പെർമനൻ്റ് എന്നാണ് കേട്ടോ. പെർമനൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആത്മാവിനെയാണ് പെർമനൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ട്രൂത്ത്, സത്യം, അത് അതിൽ കുറേ കാര്യങ്ങൾ ഫിലോസഫിക്കലായിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഈസ്റ്റേൺ സൈക്കോളജിയിലൊക്കെ ഇതിൻ്റെ ഒരു വശം പറയുന്നുണ്ട്. ഇത് ഈസ്റ്റേൺ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നലെ ഇന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 1 ഈസ്റ്റേൺ സൈക്കോളജി. അതായത് ഫ്രം സെപ്പറേറ്റ് വാട്ട് ഈസ് പെർമനൻറ്റ് ഫ്രം വാട്ട് ഈസ് ടെമ്പററി. ടെമ്പററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ വേൾഡ്.
ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഹം എന്ന് പറഞ്ഞത് രണ്ടർത്ഥമായിട്ട് പറയുന്നുണ്ട് ഫിലോസഫിയിൽ. നമ്മൾ മിഥ്യാധാരണയായ അഹം, അതിനാണ് മിഥ്യ ഇല്ലാത്ത ഞാനെയാണെന്ന് പറയാം ഈ ഈഗോ എന്ന് പറയുന്നത്. ഒരു വേറെയും അത് ശരിക്കും നമ്മൾ ഈസ്റ്റേൺ സൈക്കോളജി പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിരുന്നു. ഓരോ റിലീജിയനും ഓരോ കൺസെപ്റ്റിലാണ് പറയുന്നത്. ബുദ്ധമതം, ജൈനമതം, സൂഫിസം, അതുപോലെ എന്താണ് ഹിന്ദുസം, ഓരോന്നിലും വ്യത്യസ്ത രീതിയിൽ കൺസെപ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇല്യൂഷൻ. ഇവിടെ വിവേകം എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അത് എക്സാമിന് ചോദിച്ചുകൂടാ ഇല്ല. നമ്മൾ വിവേകം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും മനസ്സിലാക്കുക എന്നുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കും, അതിനനുസരിച്ച് ആൻസർ എഴുതും. അതിവിടെ യോഗ എന്താണ് ജ്ഞാനയോഗത്തിൽ അങ്ങനെയല്ല പറയുന്നത്. പെർമനൻറ്റും ടെമ്പററിയും തമ്മിലുള്ള എന്താണ് സെപ്പറേഷനാണെന്ന് പറയാം. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കണതിനാണെന്ന് പറയാം വിവേകം, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഗോള് പറയുന്നുണ്ട്. ഇവിടെ നമ്മളെന്താണ് ഇൻഡിവിജ്വൽ സോള്, ഓരോ വ്യക്തിയുടെയും ആത്മാവ് ഈ എന്താണ് പ്രപഞ്ചവുമായി കണക്ട് ചെയ്യപ്പെട്ടതാണ് എന്നും രണ്ടും സെയിം ആണ് എന്നും പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്, വിവേക. ഇവിടെ നമ്മൾ നോളജ്, ജ്ഞാനം കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം, ഗോൾ. ഇതെങ്ങനെയാണ് കണക്റ്റഡ് ആണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അത് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി പഠിക്കുകയൊക്കെ ചെയ്യാൻ പുസ്തകങ്ങൾ, ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ അവൈലബിൾ ആണ്, നോക്കാം. അവിടെ നമ്മൾ കൺസെപ്റ്റ് പറയാൻ മാത്രമേ ചെയ്യണുള്ളൂ. ടു റിയലൈസ് ദ ഇൻഡിവിജ്വൽ സോൾ and the universal consciousness are one and the same. ഇതിലാണ് അദ്വൈതം എന്നൊക്കെ പറയണത്. രണ്ടില്ലാത്ത അവസ്ഥ, അദ്വൈതം. അത് നമുക്ക് ശങ്കരാചാര്യരെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആശയങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമുക്കത് വിശദമായിട്ട് പറഞ്ഞില്ല. ഇവിടെ ഓരോന്നും ഓരോ കൺസെപ്റ്റുകളാണ്, ഓരോന്നിനും ഡീപ്പ് മീനിങ് ഉണ്ട്, ഫിലോസഫിക്കൽ മീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈസ്റ്റേൺ സൈക്കോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് രാജയോഗ, മൂന്നാമത്തേതാണ്. ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല ഈ രാജയോഗം എന്ന് പറഞ്ഞാൽ. എക്സാമിന് തന്ന ചോദ്യത്തിൽ ഈ രാജയോഗം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊടുത്തിട്ടില്ല. നാലാമത്തത് രാജയോഗം. രാജയോഗത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മറ്റൊരു മീനിങ് കൂടി ഉണ്ട്, അഷ്ടാംഗ യോഗ. നമ്മൾ ഇന്നലെ 8 പാത്തുകളെ കുറിച്ച് പഠിച്ചല്ലോ. അഷ്ടാംഗ യോഗ, റോയൽ പാത്ത്, നാട്ടത്. രാജയോഗം, റോയൽ പാത്ത്. രാജ മീൻസ് കിങ് എന്നാണ് അർത്ഥം. റോയൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, റോയൽ പാത്ത് ഓഫ് മൈൻഡ് കൺട്രോൾ. ഇവിടെ പൂർണ്ണമായും മൈൻഡിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്ന ഒന്നിനാണെന്ന് പറയാം രാജയോഗം എന്ന് പറയാം. രാജയോഗ, രാജ എന്ന് പറഞ്ഞാൽ കിങ് എന്നാണ് അർത്ഥം. രാജ എന്ന് പറഞ്ഞാൽ ശരിക്ക് രാജാവ് എന്ന് പറഞ്ഞാൽ, കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺട്രോളർ എന്നാണ് അർത്ഥം. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന വ്യക്തി. ഈ രാജ്യം മുഴുവൻ പ്രവർത്തിക്കുന്നത് ആരുടെ ചൊൽപ്പടിക്കായിരിക്കും, ആരുടെ പ്രവർത്തനം അനുസരിച്ചായിരിക്കും, ഈ രാജാവിൻ്റെ പ്രവർത്തനം അനുസരിച്ചായിരിക്കും.
അതേപോലെ തന്നെ നമ്മളെ മൈൻഡ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. ആളുകളോട് വെറുപ്പ്, സങ്കടം, വിദ്വേഷം ഇതൊന്നും എന്ത് ചെയ്യാൻ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കില്ല. നമ്മൾക്കനുസരിച്ച് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നു. ഒരാളോട് വെറുപ്പ് തോന്നി, ഒരു എക്സാമ്പിൾ പറയാം, വെറുപ്പ് തോന്നി, നമ്മൾ ആ വെറുപ്പിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കില്ല. നമ്മൾ ആ വെറുപ്പിനെ എന്ത് ചെയ്യും? അടിച്ചമർത്തും. ഓക്കെ, നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും നമ്മളെ ഫിസിക്കലിലും നമ്മളെ മൈൻഡിലും ബോഡിയിലും പൂർണ്ണമായ കൺട്രോൾ ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഇന്നലെ 8 ഫോൾഡ് പാത്തൊക്കെ പറയും, 8 പാത്തുകൾ, അഷ്ടാംഗ യോഗയൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇത് സൈക്കോളജിക്കൽ മാസ്റ്ററി, മെഡിറ്റേഷൻ, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇന്നലെ പറഞ്ഞ പതാഞ്ജലിയാണ് എന്ത് ചെയ്തത്, ഈ കൺസെപ്റ്റ് ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൺസെപ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ എഴുതിയിടാം. ദിസ് പാത്ത്, ഇവിടെ ഒരു കാര്യം മെയിനായിട്ട് കാര്യം, it is the royal path of mind control. റോയൽ പാത്ത് ഓഫ് മൈൻഡ് കൺട്രോൾ. മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതിന് എന്താണ്, റോയൽ പാത്താണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ പാത്ത് ഓഫ് സൈക്കോളജിക്കൽ മാസ്റ്ററി. അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ആൻഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, കോഡിഫൈഡ് ബൈ പതാഞ്ജലി. ഇന്നലെ ക്ലാസ് പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇന്നലത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കേൾക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച സമാധിയാണ്. സമാധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നലെ നമ്മൾ കുറച്ച് മരിച്ചു പോണീനാണല്ല എന്താ പറയുക സമാധി എന്ന് പറയുക, ഈഗോ ഇല്ലാതാവുക എന്നുള്ളതാണ്. ഈ അഹം, ഈ ഈഗോ ഇല്ലാതാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടില്ലാതാവുന്നു, ഒന്നായി മാറുന്നു. പ്രപഞ്ചവും വ്യക്തിയും ഒന്നായി മാറുന്നു. അതിന് സമാധി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ടേണിങ് അവെയർനെസ് കംപ്ലീറ്റ്ലി ഇൻവാർഡ് ടു സ്റ്റഡി ഫ്ലക്ച്വേഷൻസ് ഓഫ് മൈൻഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. നമ്മൾ പുറത്തേക്കുള്ള നമ്മളെ നോട്ടത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ശ്രദ്ധ തിരിച്ച് നമ്മളെ ഉള്ളിലേക്കുള്ള നോട്ടത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതെന്ത് ചെയ്യും, സമാധിയിലേക്ക് നയിക്കുന്നു. ജസ്റ്റ് ഇവിടെ എഴുതാം, പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ടേണിങ് ദ അവെയർനെസ് completely inward to steady the fluctuation. steady എന്ന് പറഞ്ഞാൽ നേരെ നിർത്തുക. of the mind. Ultimately leads to സമാധിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. നമ്മൾ
4 തരത്തിലുള്ള യോഗകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒന്നാമതാണെന്ത്, കർമ്മയോഗ. കർമ്മയോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഫിസിക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട വിൽ പവർ, ഫിസിക്കൽ ബോഡി, കൈ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ വരിക. സെൽഫ്ലെസ് വർക്ക്, മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക, ഇതൊക്കെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഹൃദയം സംസ്കരിക്കുക, പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ടാണ്. രണ്ടാമത്തെ നമ്മൾ ഭക്തി യോഗ പറഞ്ഞു. ഭക്തി യോഗ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാർട്ടിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ഇമോഷനുമായി ബന്ധപ്പെട്ടതാണ്. ഡിവോഷൻസ്, ലവ്, പ്രേയേഴ്സ്, ചാൻറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വരിക. നമ്മൾ സ്നേഹം ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുക, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ജ്ഞാനയോഗ. ജ്ഞാനയോഗത്തിൽ പറയുന്നത് എന്താണ്, ബുദ്ധി, ഇൻ്റലക്റ്റിന് പ്രാധാന്യം കൊടുക്കുക, സ്റ്റഡി, ക്വസ്റ്റ്യനിങ്, ഫിലോസഫിക്കൽ അനാലിസിസ് ഒക്കെ വരുന്നതാണ്. ഇതിൽ യാഥാർത്ഥ്യത്തെ കണ്ടെത്തുക, ഫസ്റ്റ് ആബ്സല്യൂട്ട് ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കുക, ശരിയായ സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ രാജയോഗ മൈൻഡ് കോൺഷ്യസ്നെസ്, നമ്മൾ എന്താണ് കോൺഷ്യസ്നെസ് ആവുക, മൈൻഡ്ഫുൾ ആവുക. ഇത് മെയിനായിട്ട് മെഡിറ്റേഷന്, കോൺസെൻട്രേഷൻ, സൈക്കിക് കൺട്രോൾസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാസ്റ്ററി ഓവർ ദ മൈൻഡാണ്. അതായത് മനസ്സിനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുക, സമാധിയിലേക്ക് എത്തിച്ചേരുക. സമാധി എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല സമാധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. നമ്മൾ കുറച്ചധികം വിശദീകരിച്ച് പോയി. ഇന്ന് ഇത്രയാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട സെവറൽ സ്കൂൾ ഓഫ് യോഗാസിനെ കുറിച്ചാണ്. ഇതിൽ ദ്വന്ദ്വ യോഗ എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് കോൺഫ്ലിക്റ്റ്, അങ്ങനെ ഒരു യോഗ ഇല്ല, നെഗറ്റീവ് മീനിങ് ആണ് അതിനുള്ളത്. അതായത് കോൺഫ്ലിക്റ്റ് ഓഫ് പാത്ത്, അങ്ങനെ സംഘർഷമുള്ള വഴികൾ എന്തിലില്ല, സ്കൂൾസ് ഓഫ് യോഗയിലില്ല. എല്ലാം സ്നേഹവുമായി ബന്ധപ്പെട്ട, കണക്ഷനുമായി ബന്ധപ്പെട്ട, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗകളാണുള്ളത്. പാത്ത് ഓഫ് ഡിവോഷന്, സെൽഫ്ലെസ് സർവീസസ്, അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പാത്ത്, അതുപോലെ മൈൻഡ്, ഓരോന്നും പറയാമല്ലോ. കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, രാജയോഗ, ഈ 4 ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്, കുറച്ച് പെട്ടെന്നൊന്നും ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ ചോദ്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഈവനിങ്ങിൽ ഇന്ന് സെഷൻ ഉണ്ടായിരിക്കും, ഫ്രൈഡേ ആണ്, ഈവനിങ്ങിൽ സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.